രണ്ട് കൈകൾ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടാകും. എന്നാൽ ഒരൊറ്റ കൈക്ക് ഒരു ശബ്ദം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് കേൾക്കാൻ നിങ്ങൾക്കൊന്ന് ശ്രമിക്കാമോ? സെൻ ഗുരുക്കന്മാർ ചോദിക്കുന്ന ഈ ഒരു ഗൂഢപ്രശ്നത്തിന് മുമ്പിൽ നമ്മുടെ ബുദ്ധിയും യുക്തിയും പൂർണ്ണമായി പരാജയപ്പെടും. കാരണം ആ ജാഗ്രതയിൽ ചിന്തകൾ ഇല്ലാതാകുമ്പോൾ മാത്രമേ നമുക്കത് കേൾക്കുവാൻ കഴിയൂ. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ 44-ാമത്തെ വിദ്യയിൽ ശിവൻ പറയുന്നു, ഓം എന്ന ശബ്ദത്തിലെ ആ എന്ന ശബ്ദവും മാ എന്ന ശബ്ദവും ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ മധ്യശബ്ദത്തിൽ കേന്ദ്രീകരിക്കുകയെന്ന്. നമ്മൾ സാധാരണയായി കേൾക്കുന്ന ശബ്ദങ്ങൾക്കുമപ്പുറം അതീവ സൂക്ഷ്മമായ ഒരു ശ്രവണ സംവേദനം നമുക്കുള്ളിൽ ഉണർത്താനും ശബ്ദത്തെ ഒരു പാലമാക്കി മാറ്റി മനസ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു അത്ഭുത വിദ്യയാണിത്. ആ, ഉ, മ എന്നതിലെ ആദ്യത്തെയും അവസാനത്തെയും നാദങ്ങൾ ഉപേക്ഷിച്ച് മധ്യത്തിലെ ആ സൂക്ഷ്മനാദത്തിലേക്ക് ചുരുങ്ങുമ്പോൾ നമുക്കുള്ളിലെ ചിന്തകൾ പാടെ നിലയ്ക്കും. 9 വയസ്സുകാരനായ ഒരു ബാലൻ ഈ വിദ്യയിലൂടെ എങ്ങനെയൊരു ബുദ്ധനായി മാറി എന്ന രഹസ്യവും ഇതിലൂടെ നമ്മൾ തൊട്ടറിയുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ദിവ്യബോധ ചിന്തകളിലൂടെ വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ 44-ാമത്തെ വിദ്യയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭഗവാൻ ശിവൻ പ്രിയതമയായ പാർവതി ദേവിക്ക് നൽകിയ 112 ധ്യാനമാർഗങ്ങളിൽ ശബ്ദവും നാദവും ഉപയോഗിച്ചുകൊണ്ടുള്ള 8ാമത്തെ വിദ്യയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ശ്രവണേന്ദ്രിയത്തെ അഥവാ കേൾവിയെ അതീവ സൂക്ഷ്മമായി ഉപയോഗിച്ച് ബോധത്തിൻ്റെ പരമമായ അവസ്ഥയിലേക്ക് എങ്ങനെ ഉയരാമെന്ന് ശിവഭഗവാൻ ഇന്ന് നമുക്ക് കാണിച്ചു തരുകയാണ്. ഭഗവാൻ പറയുകയാണ്, ഓം എന്ന ശബ്ദത്തിലെ ആ എന്ന ശബ്ദവും മാ എന്ന ശബ്ദവും ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ മധ്യശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന്. ആ, ഉ, മ എന്നതിലെ ആ എന്നതും മാ എന്നതും ഒഴിവാക്കുമ്പോൾ മധ്യശബ്ദമായ ഉ മാത്രമവിടെ അവശേഷിക്കും. സ്നേഹമുള്ളവരെ, ഇതൊരൽപ്പം ബുദ്ധിമുട്ടുള്ളതും എന്നാൽ അതീവ സൂക്ഷ്മവുമായ ഒരു വിദ്യയാണ്. പ്രത്യേകിച്ച് ശബ്ദം കൊണ്ട് നിരന്തരം പ്രവർത്തിക്കുന്ന സംഗീതജ്ഞർക്കും ഗായകർക്കും കവികൾക്കും അതുപോലെ കേൾവിയിൽ അതീവ സൂക്ഷ്മ സംവേദനക്ഷമതയുള്ളവർക്കും ഈ വിദ്യ വളരെ എളുപ്പത്തിൽ പ്രയോജനപ്പെടും. കാരണം സാധാരണ മനുഷ്യർക്ക് ശബ്ദങ്ങളുടെ ഇടയിലുള്ള സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. ജപ്പാനിൽ പ്രത്യേകിച്ചും സെൻ സമ്പ്രദായത്തിൽ ഒരു സാധകനെ ധ്യാനം പഠിപ്പിക്കുന്നതിന് മുൻപ് അവരുടെ ചെവികളെ അതീവ സൂക്ഷ്മമായി പരിശീലിപ്പിക്കാറുണ്ട്. അവിടെ ഒരു ഗുരു ശിഷ്യനോട് പറയും, ആശ്രമത്തിന് പുറത്ത് കാറ്റടിക്കുന്നുണ്ട്, നദി ഒഴുകുന്നുണ്ട്, അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ശബ്ദത്തിനുണ്ടാകുന്ന ഓരോ ചെറിയ വ്യതിയാനത്തെയും മാറ്റത്തെയും അനുഭവിച്ചറിയുക. ആ ശബ്ദം എപ്പോഴാണ് ക്രൂധമാകുന്നത്, എപ്പോഴാണ് കാരുണ്യമുള്ളതാകുന്നത്, എപ്പോഴാണ് സ്നേഹത്തോടെയും മൃദുലമായും മാറുന്നതെന്ന് ജാഗ്രതയോടെ കേൾക്കുകയെന്ന്. മാസങ്ങളോളം ആ സാധകൻ നദീതീരത്തിരുന്ന് അത് മാത്രം ശ്രദ്ധിക്കും. മഴക്കാലത്ത് നദി നിറഞ്ഞു കവിഞ്ഞു ശുഭിതമായി ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദവും വേനൽക്കാലത്ത് അത് ഒന്നുമില്ലായ്മയിലേക്ക് ചുരുങ്ങി യാതൊരു ശബ്ദവുമില്ലാതെ തീരുമ്പോൾ ഉണ്ടാകുന്ന അതിസൂക്ഷ്മമായ ശബ്ദ വ്യത്യാസങ്ങളും അവൻ തിരിച്ചറിയാൻ തുടങ്ങും. ഹെർമൻ ഹൈസയുടെ സിദ്ധാർത്ഥ എന്ന ലോകപ്രശസ്തമായ പുസ്തകത്തിൽ സിദ്ധാർത്ഥൻ ഒരു കടത്തുകാരനോടൊപ്പം ജീവിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ കടത്തുകാരൻ അതീവ മൗനിയായ ഒരു മനുഷ്യനാണ്. അയാൾ സിദ്ധാർത്ഥനോട് പറയും, മനുഷ്യൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ നദിയുടെ ശബ്ദത്തെ ശ്രദ്ധിക്കുന്നതെന്ന്.
പതുക്കെ പതുക്കെ സിദ്ധാർത്ഥൻ ആ നദിയുമായി ഒരേ താളത്തിലായി. നദി ചിലപ്പോൾ പാടുന്നു, ചിലപ്പോൾ പൊട്ടിക്കരയുന്നു, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുവെന്ന് തൻ്റെ സൂക്ഷ്മമായ ചെവികൾ കൊണ്ടവൻ തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു അവിടെ. ഈ കേൾവിയുടെ സൂക്ഷ്മതയിലൂടെ ഓംകാരത്തിലെ മധ്യനാദത്തെ എങ്ങനെ വേർതിരിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് കേൾവിയുടെ സൂക്ഷ്മതയെക്കുറിച്ചും പ്രകൃതിയുടെ ആന്തരിക നാദങ്ങളുമായി എങ്ങനെയാണ് ഒരു സാധകൻ താതാത്മ്യം പ്രാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ്. ഈ വിദ്യയിൽ ഇനി ശിവഭഗവാൻ പറയുന്ന ഓംകാരത്തിൻ്റെ ആ രഹസ്യ ഘടന എന്താണെന്ന് നമ്മൾ അതീവ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണയായി ഓം എന്ന് ഒരൊറ്റ ശബ്ദമായിട്ടാണ് പുറമേക്ക് ഉച്ചരിക്കാറുള്ളത്. എന്നാൽ അതീവ സൂക്ഷ്മമായ ശ്രവണേന്ദ്രിയമുള്ള കേൾവി ശക്തിയുള്ള ഒരാൾക്ക് ഓം എന്ന നാദത്തിൽ 3 വ്യത്യസ്ത ശബ്ദങ്ങൾ വളരെ മനോഹരമായി കൂടിച്ചേർന്നിരിക്കുന്നത് വേറെ വേറെയായി കേൾക്കാൻ കഴിയും. അത് ആ, ഊ, മ എന്നീ 3 അക്ഷരങ്ങൾ ചേർന്നൊരു പരമമായ സങ്കലനമാണ്. അവ ഏറ്റവും മടുത്താണെങ്കിൽ പോലും 3 വ്യത്യസ്ത തലങ്ങളിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ചെവികളെ ഒരല്പം പരിശീലിപ്പിച്ചാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ വേർതിരിച്ചറിയുവാൻ കഴിയും. ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ 3 ശബ്ദങ്ങളിൽ നിന്നും ആദ്യത്തെ ശബ്ദമായ ആ എന്നതിനെയും അവസാനത്തെ ശബ്ദമായ മാ എന്നതിനെയും ബോധപൂർവം വിട്ടുകളയുവാനാണ്. അപ്പോൾ തുടക്കത്തിലെ ആ ഒഴിവാക്കപ്പെട്ടു, ഒടുക്കത്തിലെ മായും ഒഴിവാക്കപ്പെട്ടു. ഇനി അവിടെ മധ്യശബ്ദമായ ഊ മാത്രം ബാക്കിയാകും. നമ്മൾ ഈ വിദ്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഓം എന്ന് പൂർണ്ണമായി ഉച്ചരിക്കാൻ കഴിയില്ല. കാരണം ആദ്യത്തെയും അവസാനത്തെയും തൂണുകൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ശരിക്കുമുള്ള കാര്യം ആ മന്ത്രമല്ല, അല്ലെങ്കിൽ ആ ശബ്ദത്തെ ഉപേക്ഷിക്കലുമല്ല. വാസ്തവത്തിലുള്ള കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സംവേദനക്ഷമതയാണ്. ഇത്രയും സൂക്ഷ്മമായ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ ആ വലിയ പരിശ്രമത്തിനിടയിൽ നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ നഷ്ടപ്പെടും. കാരണം നമ്മൾ അത്രയധികം അതിൽ വ്യാപൃതനായി കഴിഞ്ഞിരിക്കും, അത്രയ്ക്കും ആഴത്തിൽ അതിൽ മുഴുകി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തന്നെ മറന്നുപോകും. അഥവാ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിദ്യ ഒരിക്കലും ചെയ്യുവാനും കഴിയില്ല. നമ്മെ നമ്മുടെ ശിരസിൽ നിന്നും തലച്ചോറിലെ ചിന്തകളിൽ നിന്നും പരോക്ഷമായി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള അതീവ ലളിതവും മനോഹരവുമായ ഒരു വിദ്യയാണിത്. ഏറ്റവും സൂക്ഷ്മമായ ചിലതിലേക്ക് നമ്മുടെ ദൃഷ്ടി കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കുള്ളിലെ മനസ്സില്ലാതായിത്തീരും. ഇതെങ്ങനെയാണ് നമുക്കുള്ളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതിൻ്റെ ആ ലളിതമായ പ്രായോഗിക പരിശീലനക്രമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓംകാരത്തിൻ്റെ ആ രഹസ്യ ഘടനയെക്കുറിച്ചും അതിലെ മധ്യനാദത്തിലേക്ക് ശ്രദ്ധ നൽകുമ്പോൾ മനസ്സെങ്ങനെയാണ് ഇല്ലാതാകുന്നത് എന്നതിനെക്കുറിച്ചുമാണല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക പരിശീലനക്രമം സങ്കീർണതകളില്ലാതെ അതീവ ലളിതമായി ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. ആദ്യ ഘട്ടമായി മറ്റാരും ശല്യം ചെയ്യാത്ത ശാന്തമായ ഒരു മുറി തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതീവ സുഖകരമായ രീതിയിൽ നിവർന്നിരുന്ന് കണ്ണുകൾ പതുക്കെ അടയ്ക്കണം. നമ്മുടെ ശരീരം പൂർണ്ണമായി വിശ്രമത്തിലാകാൻ അനുവദിക്കുക. രണ്ടാമത്തെ ഘട്ടത്തിൽ പതുക്കെ ഓം എന്ന് അതീവ ശാന്തമായി ഉച്ചരിക്കുക. ആ നാദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ, ഊ, മാ എന്നീ 3 ശബ്ദങ്ങളെയും നിങ്ങളുടെ കേൾവി കൊണ്ട് വേറെ വേറെയായി തിരിച്ചറിയാൻ ശ്രമിക്കണം. തുടർച്ചയായ ജപത്തിലൂടെ ഈ 3 ശബ്ദങ്ങളുടെയും സംയോജനം നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം. മൂന്നാമത്തെ ഘട്ടത്തിൽ അതീവ ജാഗ്രതയോടെ ആ നാദത്തിൻ്റെ തുടക്കത്തിലുള്ള ആ എന്ന ശബ്ദത്തെയും ഒടുക്കത്തിലുള്ള മാ എന്ന ശബ്ദത്തെയും ബോധപൂർവം മനസ്സുകൊണ്ട് വിട്ടുകളയണം. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതിൻ്റെ കൃത്യം മധ്യത്തിലുള്ള ഊ എന്ന നാദത്തിൽ മാത്രം ഉറപ്പിച്ചു നിർത്തണം. നാലാമത്തെ ഘട്ടത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ശബ്ദങ്ങളില്ലാതായി മധ്യത്തിലെ ആ സൂക്ഷ്മനാദത്തിൽ മാത്രം ശ്രദ്ധ ഉറയ്ക്കുമ്പോൾ ഉള്ളിലെ ചിന്തകൾ പാടെ നിലയ്ക്കും.
നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിച്ചാൽ പോലും ആ സൂക്ഷ്മതയിൽ മനസ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അവിടെ മനസ്സില്ലാതായിത്തീരും. ഈ ലളിതമായ വിദ്യയിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമുക്കുള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കും. നമ്മൾ ഈ സൂക്ഷ്മനാദത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ചിന്തയുടെ ആ ഉപരിതലത്തിൽ നിന്നും നമ്മുടെ കേന്ദ്രത്തിലേക്ക് നമ്മൾ പതിക്കും. ഇനി നമുക്ക് സെൻ ഗുരുനാഥന്മാർ ശിഷ്യന്മാരെ ഈ അവസ്ഥയിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന അതീവ നിഗൂഢമായ ഒറ്റക്കയ്യടി ശബ്ദത്തിൻ്റെ രഹസ്യവും ഈ വിദ്യയിലൂടെ നമ്മൾ എങ്ങനെ പുതുതായി ജന്മമെടുത്ത ഒരു ബുദ്ധനായി മാറുമെന്നും മനസ്സിലാക്കാം. ഓംകാരത്തിലെ മധ്യനാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തകളെ നിശ്ചലമാക്കുന്ന പ്രായോഗിക രീതി നമ്മൾ മനസ്സിലാക്കി. ഈ വിദ്യ യഥാർത്ഥത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ജാഗ്രത വർദ്ധിപ്പിക്കുവാനും ഇന്ദ്രിയ ക്ഷമത കൂട്ടുവാനുമുള്ള ഒരു പരോക്ഷമായ ഉപായം മാത്രമാണെന്ന് ഓഷോ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കാൻ സെൻ ഗുരുനാഥന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രസിദ്ധമായ കഥ ഓഷോ പറയാറുണ്ട്. സെൻ ഗുരുക്കന്മാർ തുടക്കക്കാരായ സാധകരോട് ചോദിക്കും, പോയി ഒറ്റ കയ്യടിയുടെ ശബ്ദത്തെ കേൾക്കാൻ ശ്രമിക്കുക എന്ന്. രണ്ട് കൈകൾ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടാകും. എന്നാൽ ഒരൊറ്റ കൈക്ക് ഒരു ശബ്ദം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ കേട്ടിട്ട് വരുവാൻ പറയും. ഗുരുവിനെ പരിചരിച്ചിരുന്ന 9-10 വയസ്സുള്ള ഒരു നിഷ്കളങ്കനായ കുട്ടി ഈ പ്രശ്നവുമായി പോയി. അവൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ അതീവ ജാഗ്രതയോടെ കേൾക്കാൻ ശ്രമിച്ചു ഒറ്റ കയ്യടി നാദത്തെ. പിറ്റേന്ന് രാവിലെ വന്ന് ഗുരുവിനോട് അവൻ പറഞ്ഞു, ഗുരു, ഞാൻ കേട്ടു, അത് മരങ്ങൾക്കിടയിലൂടെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിൻ്റെ ശബ്ദമാണ്. ഗുരു പറഞ്ഞു, അതിൽ കൈ എവിടെയാണുള്ളത്? നീ പോയി വീണ്ടും അതിനായി ശ്രമിക്കൂ എന്ന്. അവൻ ഓരോ ദിവസവും ഓരോ ബാഹ്യ ശബ്ദങ്ങൾ കണ്ടെത്തി ഗുരുവിൻ്റെ അടുത്ത് വരും. ഗുരു പറയും അതല്ല എന്ന് പറഞ്ഞ് അവനെ വീണ്ടും മടക്കി അയക്കും. ഒടുവിൽ ഒരു ദിവസം ആ കുട്ടി ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നതേയില്ല. ഗുരു മറ്റു ശിഷ്യന്മാരെ അയച്ചു നോക്കിയപ്പോൾ അവനൊരു മരച്ചുവട്ടിൽ പുതുതായി ജന്മമെടുത്ത ഒരു ബുദ്ധനെ പോലെ അതീവ ശാന്തനായി ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്നത് കണ്ടു. ഗുരു അവൻ്റെ അടുത്ത് ചെന്ന് കാലിൽ തൊട്ട് വന്നിച്ചുകൊണ്ട് ചോദിച്ചു, നീ അത് കേട്ടുവോ? നീ അത് കേട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടി പറഞ്ഞ്, ഉവ്, എന്നാൽ അത് ശബ്ദമില്ലായ്മയാണ്, അത് പരിപൂർണ മൗനമാണ്. ആ കുട്ടി നമ്മളെപ്പോലെ ബുദ്ധിശാലിയല്ലാത്തതുകൊണ്ട് ഒരു കൈ കൊണ്ട് ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അത് ഉപേക്ഷിച്ചില്ല. ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി അവൻ നിഷ്കളങ്കമായി ജാഗ്രതയോടെ കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രക്രിയയിലൂടെ അവൻ്റെ ഉള്ളിലെ ചിന്തകൾ മുഴുവൻ അപ്രത്യക്ഷമായി. അവിടെ വെറും കേവലബോധം മാത്രമായി മാറി. ഇതുതന്നെയാണ് ഈ 44-ാമത്തെ വിദ്യയിലും സംഭവിക്കുന്നത്. ഓംകാരത്തിലെ മധ്യനാദത്തെ തിരഞ്ഞു പോകുന്ന ആ അതീവ ജാഗ്രതയിൽ ഒരു ദിവസം ആ എന്നതും മാ എന്നതും മാത്രമല്ല ഊ എന്നതും ഒപ്പം നമ്മളും അപ്രത്യക്ഷമാകും. അപ്പോഴവിടെ മൗനം മാത്രമായി തീരും. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ ധ്യാനവും തുറന്ന സ്ഥലത്തിരുന്ന് ചെയ്യരുത്. കാരണം ആകാശം നിറയ്ക്കാൻ നമുക്ക് കഴിയില്ല. ആ സൂക്ഷ്മനാദത്തിലൂടെ ഉള്ളിലെ പരമമായ മൗനത്തിലേക്ക് നിങ്ങൾ ഉണരട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.